ഹലോ ഗായ്സ്, നമ്മുടെ GTA മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയ്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിൻചാനും പിൻചാനും നമുക്കൊരു ബസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബസ്സും കൊണ്ട് ട്രിപ്പ് പോകാനുള്ള വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കാര്യങ്ങളും സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബസ് കൊണ്ട് പോയാൽ മാത്രം മതിട്ടാ. പക്ഷേ ഈ ബസ്സിനാണെങ്കിൽ നിറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കട്ടെ ഗൈസ്. നമുക്ക് ഈ ബസ്സും കൊണ്ട് നമുക്ക് ഈ ട്രിപ്പ് പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ബെല്ലൈക്കൺ നിൽക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി നോക്കിക്കോളാം. എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ, അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ GTA തന്നെ വരാം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബസ് ഇത് മൊത്തം ചുറ്റി കറങ്ങാനുള്ള പ്ലാനിങ് ആണ് ഉള്ളത്. നമ്മുടെ ബസ്സാണെങ്കിൽ കൊണ്ടുപോരാനാണ് കേട്ടോ. അപ്പോൾ ഈ ബസ് അവിടെ വരെ എത്തുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഓടിച്ച് തന്നെ നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്നോ ആയിട്ടുള്ള തന്നെ ക്ലൈമറ്റാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഇവിടെ ലോസ് ആൻഡോസിലുള്ളത്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡി ഷോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിലാണെങ്കിൽ നിറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര വെതറാണ്, വീട്ടിലിരിക്കുന്നതാണ് ബേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും വില വെക്കാണ്ടാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ നമ്മുടെ ഷിൻചാനും പിൻചാനും കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഷിൻചാനും പിൻചാനാണ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അവർ നിർബന്ധ പ്രകാരമാണ് ഗൈസ് നമ്മളിപ്പോൾ അത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ബസ്സും കൊണ്ട് പോയി വരുന്നത്. അപ്പോൾ ഒരു ബസ്സിൽ നിന്ന് വരുന്ന പുകയിലായിട്ട് ഇത് എന്തോരം പുകയാണെന്ന് അറിയാം നമ്മുടെ ബസ്സിൽ നിന്ന് വരണേ. അപ്പോൾ ഇത് അവിടെ എത്തോന്ന് കത്തി പിടിക്കുമെന്ന് എന്തായാലും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഓടിച്ച് തന്നെ നല്ല പടപടച്ച് പോകാം. പിന്നെ നമുക്ക് ഈ വണ്ടി ഒരു വേഴ്സനൊക്കെ നല്ല പാടാട്ടോ. നമ്മുടെ കഴിഞ്ഞ വണ്ടി കണ്ടവർക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല പണിയായിട്ടുള്ള തന്നെ വണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇത് ശരിയാക്കാനുള്ള പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പിന്നെ വെറുതെ ഇത് 10,000 എന്തായാലും പണിതെടുക്കും നല്ല പൈസ ഒന്നും തോന്നുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ പിന്നെ പണിയാത്ത. അപ്പോൾ ഇത് എവിടെ വരെ ഓടുന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും വഴി കിടക്കുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ട്രക്കൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. അതെന്തായാലും വഴി വരണത് നോക്കാം. പിന്നെ നമ്മൾ എന്തായാലും സാൻഡി ഷോർ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഡീക്കോടെയാണ് പോകേണ്ടത് കേട്ടോ. വഴി മാറിപ്പോയി തോന്നുന്നുണ്ട് സംസാരിച്ച് വരുന്ന വഴിയിലും. പിന്നെ ഈ റോഡൊക്കെ വൈറ്റായ കാര്യം നമുക്ക് മനസ്സിലാവണല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഇത് വളച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ സംസാരിച്ച് പിടിച്ച് വന്നുമ്പോഴേക്കും വഴി മാറിപ്പോയിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും അടീക്കോടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ, സാൻഡി ഷോർക്കുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബസ് തിരിച്ച് നമ്മളിതേ പോവാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഫ്രൂട്ട്സ് കട കണ്ടുട്ടോ നമ്മളവിടെ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കണമെന്ന് ചോദിക്കാം ഷിൻചാനെടുത്ത്. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഷിൻചാനും പിൻചാനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പറയണത്. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ടാന്നാണ് പറയണത് കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ ഇവർ പറയണ പോലെ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളിതേ വണ്ടി കൊണ്ട് വേഗം പോവാണ്. അപ്പോൾ അതേ ഇവിടെ നിന്ന് വളച്ചെടുക്കാൻ കുറച്ച് വലിയ വണ്ടിയായ കാരണം ഗൈസ് എന്നാലും നമ്മളൊരു കണക്കിന് വളച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളല്ലേ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഹെവി ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ, അതാണ് എന്ത് സീൻ. അയ്യോ നമ്മുടെ ബസ് പറഞ്ഞ് നാവ് എടുത്തോളൂ കേട്ടോ. ആ കമ്പിൻ്റെ മേല് കൊണ്ട് ഇടിച്ച് വണ്ടി സ്റ്റക്കായി. അപ്പോൾ അത് റിവേഴ്സ് എടുത്ത് ബാക്ക് എടുത്ത് പോട്ടെട്ടാ. എൻ്റെ പൊന്നെ ഇപ്പോൾ ഒരു വാചകം അടിച്ച് വന്നോളാം. അപ്പോഴേക്കാണ് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തീരുമാനമായി. അപ്പോൾ അതേ ഒരു കണക്കിന് നമ്മളിതേ ബസ് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എവിടെ വരെ പോകുന്നുള്ളതാണ് സംശയം. എന്തേ നമുക്ക് എന്തായാലും വേഗം ഇത് സ്പീഡ് ക്യാച്ച് അത്യാവശ്യം ടൈം എടുക്കും. പക്ഷേ ക്യാച്ച് 200 കയറിട്ട് സാധനം. ഇതിന് പിന്നെ സ്പീഡ് ഗവർണറൊന്നുമില്ല, കാരണം ഇത് പൊളിക്കാട്ടണ വണ്ടിയാണല്ലോ. അത് കാരണം സ്പീഡ് ഗവർണറൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം നമ്മുടെ ബസ് എടുത്തിട്ട്. നമുക്ക് ബസ് എടുത്ത് പറപ്പിച്ച് തന്നെ പോവാം. അപ്പോൾ ഇപ്പോഴും ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് സമയമുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ. നിങ്ങൾ ചെയ്തതെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പോൾ അത് ഇതിങ്ങനെ പോയി സാൻഡി ഷോർക്ക് അത്യാവശ്യം ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ പോസ്റ്റ് അടിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തിട്ടാ ഇങ്ങനെ പോയി ഇത് മിക്കവാറും നമ്മൾ ഓടിച്ച് ഉറങ്ങിപ്പോകുന്നു തോന്നുന്നു കേട്ടോ. ആ ജാതി അവസ്ഥയിലാണ്. അപ്പോൾ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കോടയാണോ പോകുന്നത്, സ്നോവിൻ്റെ എന്തൊക്കെ സാധനങ്ങളാണിത്. അത്യാവശ്യം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നി ഇപ്പോൾ റോഡൊന്നും കാണില്ല കേട്ടോ ഗൈസ്. അത്യാവശ്യം സ്നോ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സീൻ കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ട് തന്നെ നോക്കാം. ഇത് എവിടെ വരെ പോകുന്നുള്ളത് അറിയില്ലല്ലോ. ഈ ബസ് എവിടെ വരെ പോകുന്ന അറിയില്ല. ഇതുവരെ ഇത്ര വലിയ പ്രശ്നമായിട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ രാത്രി കാര്യങ്ങളൊക്കെ ആയി.
നമ്മളിത് ലൈറ്റില്ലാണ്ടാണ് ഈ ബസ് ഓടിക്കണേ. ഒട്ടും വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അപ്പോൾ തന്നെ നോക്കിയേ, ബസ്സിൽ ഒരു ലൈറ്റും പോലും ഇല്ല കേട്ടോ. നമ്മൾ ഈ ലൈറ്റ് ഇല്ലാണ്ടാണ് ഇത്ര ദൂരം ഓടിച്ചു വന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഓടിച്ച് ഉറക്കം വരെയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഓടിച്ച് എൻ്റെ പൊന്നെ സാൻഡ് ഷോർ ഇത്ര ദൂരം നമ്മൾ അറിഞ്ഞില്ല കേട്ടാ. വണ്ടി ഓടിച്ച് ലൈറ്റില്ലാണ്ടൊക്കെ കേട്ടോ നമ്മളിത് ഓടിച്ചുകൊണ്ടിരുന്നത് കണ്ട. ഒറ്റ ലൈറ്റ് വർക്ക് ചെയ്യില്ല കേട്ടോ ഈ ബസ്സിൻ്റെ. അപ്പോൾ നമ്മൾ പെട്ടുപോയി ഗൈസ്. നമ്മളാണെങ്കിൽ ഇനി എങ്ങനെ ഓടിക്കുക രാത്രിയിൽ, കണ്ടും കാണില്ലല്ലോ ശിവനെ. നമുക്ക് എന്തായാലും പോയി. അയ്യോ പണിപ്പാളി ഗൈസ്, അയ്യോ എൻ്റെ പൊന്നെ പണിപ്പാളി. അയ്യോ ഇത് റിവേഴ്സ് എടുക്കാൻ പറ്റുള്ളട്ടാ. എൻ്റെ പൊന്നെ നമ്മൾ ഓ സൂപ്പറായിട്ടുണ്ട്. നമ്മളങ്ങനെ പെട്ടുപോയിട്ടോ. പെട്ടുപോയെന്ന് പറഞ്ഞാൽ പെട്ടുപോയി ഗൈസ്. അപ്പം എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. അയ്യോ പണിപ്പാളിയിട്ടത് എന്ത് ചെയ്യും നമ്മളിതേ ബസ് ബാക്കി എടുക്കാൻ വേണ്ടി പറ്റണല്ലോ കേട്ടാ. അയ്യോ സീൻ തന്നെ ആയിട്ടുണ്ട്. ഓ ഷിറ്റ്. അപ്പം നമുക്കിനി എന്തായാലും പെട്ടു എന്ന് മനസ്സിലായി. അപ്പം നമുക്കിനി പുറത്തേക്ക് അറിയാലോ. അല്ലാണ്ട് ഇനിയിപ്പോൾ നടക്കണ കാര്യമൊന്നും എനിക്ക് തോന്നണില്ല. കുറേ നോക്കിയിട്ടാ, പക്ഷെ നട്ടപ്പട്ടി ആവണില്ല. ഓ ഡാം, നമ്മൾ ശരിക്കും പെട്ടു. അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങണില്ല കേട്ടാ. 3 വീലും പൊന്തി നിൽക്കാണ്. ഒരു വീലും വേണമെങ്കിൽ അത്രയ്ക്ക് പവറില്ല കേട്ടോ. അതാണ് വണ്ടി പോവാത്തത്. അല്ല എങ്ങനെയെങ്കിലും നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് പോയായിരുന്നു കേട്ടോ. എൻ്റെ പോലെ പണിപ്പാളി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പണിപ്പാളി നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യും? നമുക്ക് ഇനി NH നമ്മുടെ റോട്ടിൽ ആരെങ്കിലും ഉണ്ടാകും. നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കാമല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായം ചോദിക്കാം. വണ്ടികളൊക്കെ പോകണതല്ലേ. അപ്പോൾ നമുക്ക് ചോദിച്ച് നോക്കാം കേട്ടോ. ഇവിടെ ഒന്നും ഒരു പട്ടിക്കുഞ്ഞ് കണ്ടില്ലല്ലോ. എൻ്റെ പൊന്നെ 11 മണിയായിട്ടാ. അപ്പോഴേക്കും ഇത്ര പെട്ടെന്ന് സമയം പോയാ. നമ്മളാണെങ്കിൽ ഓടിച്ച് വന്ന് പിന്നെ സമയം നോക്കിയില്ല കേട്ടാ. ഒറ്റ വണ്ടി ഇവിടെ കാണാനില്ല കേട്ടാ റോട്ടിൽ. എൻ്റെ അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. നമ്മളൊരു ടൂറിന് വേണ്ടി വന്നതാ. ലാസ്റ്റ് ഇത് ഇവിടെ വരുത്തുന്ന അറിഞ്ഞില്ല കേട്ടോ ഈ പാട്ട വണ്ടി കൊണ്ട്. അത് നമ്മുടെ ടൂറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഈ സമയത്തിന് ആരെ വിളിക്കാനാ? ഇവിടെ വണ്ടികളും കാണുന്നില്ല. ഓഹ് പണിപ്പാളി തോന്നുന്നുണ്ട് കേട്ടാ. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു ആവശ്യമില്ലായിരുന്നു. മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു കേട്ടോ നമുക്ക്. പണിപ്പാളി എൻ്റെ പൊന്നെ. അങ്ങനെ വലിയൊരു പണിയായിട്ട് നമുക്ക് കിട്ടിയടാ. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അത്യാവശ്യം നല്ല കിടിലം പണി തന്നെയാണ് നമുക്ക് കിട്ടിയണേ. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലി മച്ചാൻ്റെ കാര്യത്തിലും ഷിൻചാനും ചോപ്പുണ്ടല്ലോ അല്ലേ, ഷിൻചാനും പിൻചാൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടികളൊന്നും കാണില്ലല്ലോ. നമ്മുടെ ഷിൻചാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫോൺ വിളിച്ച് നോക്കിക്കൂടെയെന്ന്. ഫോൺ വിളിച്ചപ്പോൾ നോ സിഗ്നല്. പണിപ്പാളി. അപ്പോൾ ഫോൺ വിളിക്കാനും പറ്റണില്ലല്ലോ. അപ്പോൾ നമുക്ക് സിഗ്നലുള്ള സ്ഥലത്ത് നമുക്കൊരു മൈക്കിളിനെ വിളിച്ച് നോക്കാം കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ ആരും എടുക്കാൻ. ക്യാമറയാണല്ലോ ദൈവമേ ആദ്യം പോയേ. ക്യാമറ പോ. അപ്പോൾ 2 കട്ടയായിട്ടാ. അപ്പോൾ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. നമ്മുടെ മൈക്കിളെ നമുക്ക് ആദ്യം വിളിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അവൻ എടുത്താൽ മതിയായിരുന്നു. ഈ ടൈമിൽ ഉറങ്ങിയോ ആവോന്ന് അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും വിളിച്ച് നോക്കാം. നമ്മുടെ മൈക്കിൾ മച്ചാൻ ഫോൺ എടുക്കടാ മൈക്കിളേ, ഫോൺ എടുക്കടാ കുട്ടാ. മൈക്കിളെ ഫോൺ എടുക്കടാ. അയ്യോ എൻ്റെ പൊന്നു ഗൈസ്, നമ്മൾ തണുത്ത് വിറച്ച് തുടങ്ങിയിട്ടാ. നമ്മുടെ മൈക്കിളോട്ടാണെങ്കിൽ ഫോണും കാര്യങ്ങളൊന്നും എടുക്കണില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യത്? എൻ്റെ പൊന്നെ, നമുക്ക് ലെസ്റ്ററിനെ വിളിച്ച് നോക്കാമല്ലോ. ലെസ്റ്ററിനെ വിളിച്ച് നോക്കാട്ടാ. ലെസ്റ്ററും ഫോൺ എടുക്കാൻ ചാൻസ് കുറവായിരിക്കും. 2 എണ്ണം ഒരു കൂർക്കം വലിച്ച് കിടന്നുറങ്ങാട്ടാ. പറഞ്ഞിട്ട് കഴിയില്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. തണുപ്പത്ത് നമ്മൾ പ്രത്യേകം നല്ല മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടാ. അവർ ഫോൺ വിളിച്ചാലും നമ്മൾ ബെസ്റ്റ് ബഡീസായ കാരണം രക്ഷിക്കാനൊക്കെ വരും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുന്നു ചോദിച്ചറിയില്ല. നമ്മൾ പെട്ടുപോയി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്തെങ്കിലും തണുത്ത് വേർത്ത് ചാവണതിന് ഭേദം ബസ്സിൽ കയറി ഇരിക്കണ്ട കേട്ടോ. ബസ്സിൽ കയറി ഇരുന്നാലും കാര്യമൊന്നുമില്ല, ചില്ലും കാര്യങ്ങളൊന്നുമില്ല. തണുത്ത് വറച്ച് അലമ്പാവും മിക്കവാറും. അപ്പോൾ നാളെ ഇനി ജീവനോടെ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ പൊന്നെ, അങ്ങനെ ആ കാര്യത്തിന് തീരുമാനമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചറിയില്ല. നമുക്ക് എന്തായാലും നാളെ കാലത്ത് ആവണ വരെ വെയിറ്റ് ചെയ്യട്ടെ. നമ്മുടെ ബസ് ഇപ്പോൾ ഓഫ് ആയിട്ടില്ല കേട്ടോ. പുക വരാണ്ടില്ലേ, എഞ്ചിനുള്ള പുക. എൻ്റെ പൊന്നെ, പിന്നെ അതിൻ്റെ ചൂട് കൊണ്ടൊക്കെയാണ് നമ്മളിവിടെ നിൽക്കണം. പിന്നെ ബസ്സിൽ അത്യാവശ്യം ഡീസലുണ്ടല്ലോ. ഓക്കെ ഗൈസ്, ദേ രാത്രി 3 മണിയായിട്ടാ. എൻ്റെ പൊന്നി ഗൈസ്, കോട കണ്ട.
എൻ്റെ പൊന്നെ 3 മണിക്കുള്ള കോടയായിട്ടത്. പേടിയാവുണ്ട്, പേടിച്ചത് കിടിലൊക്കെ പറക്കണ്ട് എൻ്റെ പൊന്നപ്പാ. ഇത് എന്തുട്ടത്? സീൻ കോട തന്നെയാണല്ലോ ഗൈസ് ഇത്. എൻ്റെ പൊന്നെ, ഇവിടെ നിന്നെങ്ങാനും വഴി തെറ്റി പോയി നമ്മളെങ്ങനെ അറിയാ? നമ്മൾ ബസ്സിൽ തന്നെ കയറി കേട്ടാ, വെറുതെ ആത്മാക്കളൊക്കെ വിളിക്കണ. നമ്മുടെ 3 മണിക്കാണല്ലോ പ്രേതാത്മാക്കളൊക്കെ നടക്കാം. അപ്പം നമുക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല ചാവാനായിട്ട്. ഓക്കെ ഗൈസ്, ദേ അങ്ങനെ കാലത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബസ് രക്ഷിക്കാനായിട്ട് വല്ല റോട്ടിൽ വല്ല വണ്ടികളുണ്ടോ നോക്കാം. ഈ ടൈമിലൊക്കെ വണ്ടികളൊക്കെ ഉണ്ടാവായിരിക്കുമല്ലോ അല്ലേ? എന്തായാലും ഉണ്ടാവും. അതെ, വണ്ടികൾ പോയി തുടങ്ങുന്ന സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ടാ. ദേ ഗൈസ്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും നല്ല പവർ ആദ്യം ഈ വണ്ടി തന്നെ എടുക്കാം. കറക്റ്റ് നല്ല ടൈമിലാണ് വന്നാട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി തന്നെ എടുക്കാം. അപ്പോൾ അതേ ഇറങ്ങിപ്പോടേ. അതേ വണ്ടിക്കാരിലൊക്കെ നമ്മൾ എടുത്ത്, അയ്യോ ഇനി ഇത് മറിഞ്ഞ് എൻ്റെ പൊന്നെ, ഇനി ഇത് രക്ഷിക്കാർ വരാമോ? അങ്ങനെ ഒരു കണക്കിലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പിന്നാലെ ചവിട്ടി നമ്മളിത് വണ്ടി പുറത്തേക്ക് എടുക്കണ്ട കേട്ടോ. പക്ഷെ വണ്ടിയിൽ ഇഞ്ചൻ അങ്ങനില്ലല്ലോ. പണിപ്പാളേന്. ഈ ടോട്ടറൊക്കെ തന്നെ വിളിക്കേണ്ടി വരുമോ? നമുക്കെന്തായാലും ട്രൈ. ബസ് ഇതേ മേലക്കോടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഈ തണുപ്പത്ത് നിന്ന് വണ്ടി സ്റ്റക്കായിട്ട് നിൽക്കണമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ഒരു അടിപൊളി അടിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ദേ അങ്ങനെ വലിയ ഇത് ഇത്ര മതി തോന്നുന്നുണ്ട്. വണ്ടി അനങ്ങാനുള്ളതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ വണ്ടി നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അനങ്ങാനില്ല. നമുക്ക് എന്തായാലും കുറച്ച് അനക്കി പോയി. ഗൈസ്, ദേ അങ്ങനെ നമ്മുടെ വണ്ടി അങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടത്തിന് ശേഷം ഗൈസ് ഇന്നലെ ചത്തില്ല എന്നുള്ളോട്ടോ. എൻ്റെ പൊന്നെ, തണുത്ത് വിറച്ച് എൻ്റെ പൊന്നെ ഗൈസ്, പൂപ്പാട് ഇളകി. അങ്ങനെ ഇവര് കണക്കിന് നമ്മൾ വണ്ടി പുറത്തെടുത്ത് പറപ്പിക്കട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ശരിയാക്കണം, അല്ലാണ്ട് പിന്നെ പരിപാടി നടക്കില്ല കേട്ടാ. അപ്പോൾ വണ്ടി ശരിയാക്കിയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ, പിന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തോളട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് വരാം. അതുവരേക്കും ബൈ ബൈ.